ഞാൻ ഈ അടുത്ത് കുറേ തലേക്കെട്ടുകാരുടെ ക്ലിപ്പിങ് കേട്ടപ്പോ ഇങ്ങനെ സങ്കടാകുകയാണ്. ഇന്നും ഒരുത്തന്റെ ക്ലിപ്പ് കേട്ടു. ഒരു തൊപ്പിയുണ്ട്, ഒരു നല്ല ഒല്ലിങ്ങനെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം വായിക്കുകയാണ്, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് എന്താ അറിയോ? 1000 റുപ്യ നേർച്ചയാക്കിയിട്ട് പരീക്ഷയെ തോറ്റുവല്ലോ. അപ്പൊ ഇയാൾ പറയാണ്, അതെ, തീരെ പഠിക്കാത്ത കുട്ടികൾ 1000 നേർച്ചയാക്കി പോലെ 1,00,000 നേർച്ചയാക്കണം, എന്നാലേ ജയിക്കുള്ളൂ. തീരെ പഠിക്കാത്തവനെ 1,00,000 നേർച്ചയാക്കി കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി കുത്തിരിഞ്ഞിട്ട് കൊച്ചിയിലെത്തിക്കണേ എന്ന് പറഞ്ഞ് ദ്വാരക്ക് ഉത്തരണ്ടാവും. അത് കൊച്ചിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിട്ടല്ലേ ദ്വാരക്കണ്ട് കൊച്ചിയിലെത്തിക്കണേ. ഇവർ ഒന്നും പഠിക്കാതെ നിന്നിട്ട് 1,00,000 നേർച്ചയാക്കിയാൽ ജയിക്കുമോ? അത് ജയിക്കൂല. കാരണങ്ങളുമായി ബന്ധപ്പെടണം. അത് 2 കാരണവുമായിട്ടും ബന്ധപ്പെടണം. ഓ സുഹൃത്തുക്കളെ, ഇയാൾ പറയാണ് 1,00,000 നേർച്ചയാക്കണോ തീരെ പഠിക്കാത്തവനെ? ആള് ഇസ്ലാമും ഈമാനും ബാക്കി ഉണ്ടാവുമോ? ഇങ്ങനത്തെ ചില തലേക്കെട്ടുകാരും തൊപ്പിക്കാരും, ഞാൻ എല്ലാരും അല്ല കേട്ടോ പറയുന്നത്. താന്റെ മുഖത്ത് വർക്കത്തുള്ള പുഞ്ചിരി ഇങ്ങനെ വിടർന്ന മനസ്സിലായിക്കോളി. സംഭാവനകൾ ഇങ്ങനെ കൂമ്പാരായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരണം. പുതിയൊരു കമന്റ് വന്നിട്ടുണ്ട്, അറിയോ? കഴിഞ്ഞ പരീക്ഷക്ക് എല്ലാത്തിനും A+ കിട്ടാൻ വേണ്ടി 1,100 റുപ്യ നൽകിയ കുട്ടി തോറ്റുപോയി. അതിപ്പോ 1,100 റുപ്യക്ക് ഇപ്പോ ജയിക്കാറിനാലേ എന്താ പറയാ, ഒരു ട്യൂഷന് പോയാൽ പോലും ഒരു 10,000 റുപ്യ കൊടുക്കണ്ടേ? ഇപ്പൊ പൈസ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ പൈസ നമ്മൾ കൂട്ടണം. പ്രത്യേകിച്ച് തീരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അത് പഠിക്കാത്തതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾ 1,00,000 റുപ്യക്കാണെന്ന് വിചാരിച്ചോളി, എന്തായാലും ജയിക്കും. എല്ലാത്തിനും A+ ഉണ്ടാവും. ഒരു 50,000 റുപ്യ ആയാല് ഒരു 6 A+ ഒക്കെ കരുതുക. അപ്പൊ തീരെ പഠിക്കാത്ത കുട്ടിയെക്കാട്ടത്. പിന്നെ ഈ 1,100 റുപ്യ ഒക്കെ പറയുമ്പോ ഒരു A+ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളാൻ അത് പറ്റും. അല്ലാത്തതിനൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. മാത്രല്ല നമ്മൾ ഇതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ എഴുതി തരുന്ന പേര് ചിലപ്പോ ഇങ്ങനെ സൈനബ എന്ന് എഴുതി തരും, സൈനബ, അല്ലെങ്കിൽ ഫാസിലാണോ ഫാവുൽ, അങ്ങനെ കൃത്യമായ പേര് എഴുതണം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും, പക്ഷെ മനസ്സിലാകേണ്ടവർക്ക് അത് മനസ്സിലാവൂല. അങ്ങനെയും തോറ്റുപോകാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നിർത്തണം എന്ന് എനിക്കും ആഗ്രഹമില്ല. കാരണം ഫേമസ് ആകാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കുറച്ച് ഫേമസ് ആവുകയും ചെയ്തു. അപ്പൊ ഇത് നിർത്തണ്ട തന്നെയായിരുന്നു. പക്ഷെ ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്നീ കുപ്പായാണ്, നീ ഈ ഒരു പവിത്രമായ കുപ്പായത്തെ കളിയാക്കി അങ്ങനെയൊക്കെ വേദനിച്ചു പോയിട്ടുണ്ട് കുറെ ആൾക്കാർക്ക്. അപ്പോ സത്യം പറഞ്ഞാൽ ഇത് നമ്മളെ സുഹൃത്ത് അജ്മൽ ദഫിനിടുന്ന കുപ്പായാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ഒരു ഉസ്താദിന്റെ വെള്ളക്കുപ്പായ ഇടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അത് പ്രശ്നമായി എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ ശൈലി. അപ്പൊ ഈ ശൈലിയിൽ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുകയാണ് ഇതൊരു ഉസ്താദ് തന്നെയാണെന്നുള്ളത്. അപ്പൊ എനിക്കൊരു സങ്കടം തോന്നിയത്, ശൈലി മാത്രം ഉണ്ടായ ഉസ്താദ് ആവില്ലല്ലോ. ശരിക്കും ഒരു 10-15 കൊല്ലം ദർസ് പഠിച്ചിട്ട് കാര്യങ്ങൾ അത്രയും മനസ്സിലാക്കിയിട്ടല്ലേ ഒരു ഉസ്താദ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഓല് പറയണ അതേമാതിരി നമ്മളും പറയുന്നു, അല്ലെങ്കിൽ ഇത് ഉസ്താദാണെന്നൊക്കെ വിചാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഒരു ടെൻഷൻ. അതിലെവിടെ നിങ്ങൾ മതത്തെ വിമർശിച്ചിട്ട് കണ്ടിട്ടില്ല. മതത്തെ വിമർശിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതേപോലെ ആ ഒരു കോമഡി ആയിട്ട് നിങ്ങൾ ചെയ്ത 3 വീഡിയോ ഞാൻ കണ്ടു. അതിലെവിടെ നിങ്ങൾ മതത്തെ വിമർശിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് തുടർന്നാൽ പോരെ, എന്തിനാണ് നിർത്തുന്നത്? സത്യത്തില് മതത്തെ വിമർശിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. കാരണം ഞാൻ നിങ്ങളത് വീഡിയോ എടുത്ത് നോക്കി, ഇപ്പൊ മനസ്സിലാത്തവരോടാട്ടോ പറയണേ. നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഞാനൊരു സലാം പറഞ്ഞു തുടങ്ങണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അസ്തഗ്ഫിറുല്ലാഹോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയത്തോ ഹദീസ് ഒന്നും എവിടെയില്ല. അത് മനഃപൂർവ്വം. പക്ഷെ അത് ചെയ്ത ആളുകൾക്ക് വേദനിക്കും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഒഴിവാക്കിയതാ. അത് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയ. അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം നിങ്ങൾക്ക് ലഭിച്ചോ? ഉണ്ട്. പ്രതികരണം ലഭിച്ചോന്നോ? എനിക്കിപ്പോ ഫോൺ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൽ കുറെ ആളുകൾ പേഴ്സണലി കമന്റ് ഇട്ടുക, ജയതടനായ പടച്ചോനെ കുറിച്ച് പറയാന്നൊക്കെയാണ് പറയണത്. ഓലെ ഭാഷ കോമഡിയാണ്. പക്ഷെ അവരുടെ റിയാക്ഷൻസ് ഭീകര. അന്നെ നമ്മൾ വിടൂല, ഈ ഒരു മൂഡാണ്. വെറുതെ നല്ലടി നാട്ടിൽ കിട്ടുമെന്ന് പറയില്ലേ. അപ്പൊ അത് നമ്മുടെ സമാധാന സ്വൈര്യ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള പ്രബോധനത്തിനൊന്നും ഞാനില്ല. ഉസ്താദുമാരായിട്ടുള്ള ആൾക്കാർ, പേര് പറയണ്ടെന്ന് വിചാരിക്കാം, വേണ്ടല്ലോ. അപ്പൊ അതില് 2-3 ഉസ്താദുമാർ തന്നെ നല്ല ഫോളോവേഴ്സ് അല്ലെങ്കിൽ നല്ല പ്രഭാഷണം നടത്തുന്ന ഉസ്താദുമാരുടെ അക്കൗണ്ടിൽ അവര് പേഴ്സണലി അയച്ച മെസ്സേജ് ഉണ്ട്. അതിലൊരു ഉസ്താദ് വളരെ കോമഡി ആയിട്ട് പറഞ്ഞു, ചിലപ്പോ പായി സ്വർഗത്ത് പോകും. കാരണം അത്രയും എന്താ പറയാ, ആൾക്കാർ വഴി തെറ്റുന്നവരെയാണ് ഈ നേരെ ആക്കണത്. അവിടെ ഇത് തുടർന്നോളൂ. കാരണം നമ്മളുടെ മതത്തിൽ ഇങ്ങനെ
പിരിവ് നടത്തുന്ന അല്ലെങ്കിൽ എന്ത് വിവരക്കേടും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത് പറയാൻ കഴിയൂല. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ ട്രോൾ ചെയ്യാല്ലെങ്കിൽ കുറച്ചാൾക്ക് ബോധം വെക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ഉസ്താദുണ്ട്. അതേപോലെ തന്നെ ഇത് മതത്തെ വിമർശിക്കാതെ ഈ രീതിയിൽ തുടരുന്നത് നല്ലത് തന്നെയാണ്. അതിൽ വേറെ ആളുകൾ, കാരണം കമന്റുകൾ കുറെ വരുന്നത് അവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ ഉസ്താദുമാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ യാത്ര നടത്തുന്ന പല ഉസ്താദുമാരുണ്ട്, ഇങ്ങനെ വളരെ സ്ഥലങ്ങളൊക്കെ പോയിക്കണം. അവരുടെയൊക്കെ പേഴ്സണൽ മെസ്സേജ് വളരെ നല്ല രീതിയിലാണ്. അതായത് ദീർഘമായ എഴുത്തുകളൊക്കെ എനിക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉസ്താദുമാരുടെ സൈഡിൽ നിന്ന് പോസിറ്റീവായിട്ട് തന്നെയാണ് കുറെ വന്നിട്ടുള്ളത്. കുറെ ആൾ പറയാതെ നിൽക്കുന്നുണ്ടാവും. രണ്ടാമത് ഞാൻ കണ്ടത് പിന്നെ ഈ പറയുന്ന മതത്തിൽ വിശ്വസിക്കുന്ന എനിക്കറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ ഭയങ്കര ട്രോളായിട്ട് ഇതിനെടുത്ത് എടാ അത് ഭയങ്കര രസമുണ്ട് കേട്ടോ, വൻ മൂഡ്. അപ്പൊ ഈ എന്ത് ചെയ്യരുത്, അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു മതത്തിലുള്ള വിധിവിലക്കുകളെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയോ ഡിസ്കസ് ചെയ്ത് അതിന് ആധികാരികമായിട്ട് പണ്ഡിതന്മാർ തന്നെയാണ്. അപ്പൊ ഞാനും അത് എഗ്രി ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. കൂട്ടത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വാസത്തിനെതിരാണോ? അല്ല, ഞാനിപ്പോ ഒരു എന്താ പറയാ മുനാഫിക്ക് സെറ്റപ്പിലപ്പോ നിൽക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഞാൻ എന്തല്ല മതത്തിനെതിരല്ല അല്ലെങ്കിൽ വിശ്വാസത്തിനെതിരായ ഒരാളല്ല എന്നുള്ളതാണ്. ഞാൻ എന്റെ എല്ലാ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണുന്നത് ഇത് ഒരു മതത്തെയോ ഉസ്താദുമാരെയോ കളിയാക്കാനുള്ളതല്ല. പകരം മതത്തിന്റെ പേരിൽ പിരിവ് നടത്തുന്ന ആളുകളെയും എന്ത് വിവരക്കേടും വിളിച്ചു പറയുന്ന കപട ഉസ്താദുമാരെയുമാണ് ഞാൻ വിമർശിക്കുന്നത് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആകെ നോക്കാൻ നേരല്ല. ആളപ്പോ ഇജ്ജേതാടാ ഈ ഏതാടാ എന്നുള്ളതാണ്. മാത്രമല്ല ഗ്രൂപ്പിന്റെ പേരും പിരിവിൻ നിലാവ് എന്നുള്ള ഒരു പേര് മനഃപൂർവ്വം ഇട്ടതാ. അത് നമ്മളെ ഞാൻ പറഞ്ഞില്ല, നമ്മളെ സുഹൃത്ത് ജാബിറാണ് ഈ പേര്. അതായത് അങ്ങനെ പോലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാ. പിന്നെ ഒന്ന് ഞാൻ ആദ്യത്തെ വീഡിയോ ഒക്കെ ഞാൻ തലയിൽ ഇങ്ങനെ ഇട്ട്, അപ്പൊ എനിക്ക് തോന്നി ആ സാധനം പോലും ആളുകൾക്ക് വേണ്ടാന്ന് വെച്ചിട്ട് തോളിലിട്ടിട്ടാ പിന്നീട് വീഡിയോ എടുത്ത്. ഇങ്ങനെ തലയിലിടുന്നത് ഒരു ശൈലി ഓഫ് ആളുകളതാണ്. അപ്പൊ അതിന് പോലും അനുകരിക്കരുത് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എന്ത് വിചാരിച്ചിട്ട് അതൊരു കാര്യമില്ല, നടന്നില്ല. എനിക്കിത് പറഞ്ഞു തുടങ്ങിയപ്പോ ഇത് ഞാൻ പറയേണ്ടതാണ്. കാരണം ഒരു വേഷത്തെ വിശ്വസിക്കുന്ന, ഒരു ശൈലിയെ വിശ്വസിക്കുന്ന സമൂഹത്തോട് ഇതല്ല, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന യഥാർത്ഥ മതപണ്ഡിതന്മാരെ തിരിച്ചറിയാനുള്ള ബുദ്ധി നിങ്ങൾ കാണിക്കണമെന്ന് പറയണം. എനിക്ക് പറയണം, അത് പറയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ നോക്കി, ഇവിടെ ഒരു കൊടിമരം കെട്ടിയാൽ ഉസ്താദ്, ഇന്നോവ കാർ വെക്കുന്ന ഉസ്താദ്, സ്വപ്നം കണ്ടിട്ട് ലക്ഷങ്ങൾ വാങ്ങുന്ന ഉസ്താദ്, പിന്നെ അതേപോലെ തന്നെ മരിച്ചോരെ ജീവിപ്പിക്കുന്ന ഉസ്താദ്, വിമാനത്തെ ഇറക്കുന്ന ഉസ്താദ്, അങ്ങനെ 100 കണക്കിന് ഉസ്താദ്. പിന്നെ അടുത്ത് വന്ന പല പരാമർശങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സയൻസിനെതിരെയും അല്ലാത്തൊക്കെ. അപ്പം ഇതൊക്കെ പറയുന്ന ഉസ്താദ് ഒരു പരിധിയിൽ കൂടുതൽ ജനസമൂഹം അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഇവരാരും ട്രോളാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ട്രോൾ ചെയ്യാൽ അത് ട്രോൾ പേജിൽ അവസാനിക്കുകയാണ്. പക്ഷെ ഞാനൊരു ഒറ്റ വ്യക്തി എന്നുള്ള രീതിയിൽ അവനെ 2 കൊടുത്തിട്ട് ഇവനെ ഒതുക്കാം എന്ന ആളുകൾ ധൈര്യപ്പെടുന്നു. ആൾ എന്റെ കൂടെ അനുയായികളായിട്ട് കൈമുത്താനും അല്ലെങ്കിൽ കുറെ ആള് പിന്നാലെ നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, എനിക്കിത് പേടിക്കണ്ട.